അങ്ങനെ ഇവിടുത്തെ ആൾക്കാർ ചെയ്യണ കണ്ട് വാങ്ങിച്ചൊരു സാധനം. കാരണം നല്ല സ്മെല്ലാണ്. ഇത് സൺസ്ക്രീൻ സ്റ്റിക്കാണ്. ആക്ച്വലി ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിച്ചതാണ് പോയപ്പം. എനിക്കെന്തോ ഈ പാറ്റേൺ ഭയങ്കര ഇഷ്ടമായി. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ യൂട്യൂബ് വീഡിയോ ഭയങ്കര ഒരു ഫ്രഷ് ഐഡിയ ആണ്. കരികിൽ പറയില്ലേ, ഫ്രഷ് ആയിട്ടാണ് വാട്ട്സ് ഇൻ മൈ ബാഗ്. സോ ഞാൻ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകുന്നത് 2 ബാഗാണ് ആക്ച്വലി. ഇതും എൻ്റെ ഒരു ഹാൻഡ് ബാഗും ഈ ബാഗും. ദിസ് ഇസ് മൈ ജിം ബാഗ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഫസ്റ്റ് വൺ ദ ടോട്ട് ബാഗ് ആണ്. ഇതാണ് എൻ്റെ ഹാൻഡ് ബാഗ്. ഇത് ആക്ച്വലി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഒറിജിനൽ അല്ല കേട്ടോ. ഇതിൻ്റെ ഐ തിങ്ക് ഇതിൻ്റെ ഡ്യൂപ്പ് പോലത്തെ ബ്രാൻഡാണിത്. ഇത് കുറേ കളറിലും കുറേ മെറ്റീരിയൽ ലെതറിലും ഞാൻ റീസെൻ്റ് ആയിട്ടൊരു ലേഡിഡേയിൽ കണ്ടു. ഇതെന്തോ ഐ തിങ്ക് ഇറ്റ് ഇസ് ഒരു 35-40 പൗണ്ട്സ് ഉള്ളൂ. കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടൊരു ഹാൻഡ് ബാഗൊക്കെ ഡെയിലി കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഡെയിലി യൂസിന് എക്സ്പെൻസീവ് ബാഗ് വാങ്ങിക്കാൻ പറ്റാത്ത കാരണം ഐ എം യൂസിങ് ദിസ് വൺ. ആൻഡ് ഇത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ് ഹാസ് ഗോട്ട് എ ലോങ് സ്ട്രാപ്പ് ഓൾസോ. സോ സംടൈം ഐ യൂസ് ടു ഹാങ് ഇറ്റ്, സംടൈം ഐ യൂസ് ടു ക്യാരി ഇറ്റ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് ഇൻ ബ്ലാക്ക്, മൈ ഫേവറേറ്റ് കളർ. ഇനി ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ലഞ്ച് ബാഗ്. ഇതാണ് എനിക്ക് ലഞ്ച് ബാഗ്. ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ലഞ്ച് ഞാൻ പാക്ക് ചെയ്തിട്ടില്ല. യൂഷ്വലി ഞാൻ പാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് നൈറ്റാണ് എടുത്ത് അകത്തോട്ട് വെക്കണേ. സോ ഇന്ന് ഞാൻ അകത്തോട്ട് എടുത്ത് വെച്ചിട്ടില്ല, എടുത്ത് വെക്കണം. ഇതിനകത്തൊരു സ്പൂൺ ഉണ്ട്, ഒരു ഫോർക്ക് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് ടീ ബാഗ്സ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് പെപ്പർമിൻ്റ് ഉണ്ട്, ഗ്രീൻ ടീ ഉണ്ട്. അങ്ങനെ ഒരു 4-5 ടീ ബാഗ്സ് ഉണ്ട്. സോ ഇൻ ബിറ്റ്വീൻ എപ്പോഴെങ്കിലും ഒരു ഹോട്ട് കപ്പ് ഓഫ് ടീ കുടിക്കണമെങ്കിൽ ഞാനിതാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ യൂഷ്വലി ഇത് നടക്കാറില്ല. ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് സമയം കിട്ടാറില്ല നമുക്ക്. സോ ദിസ് ഇസ് മൈ ലഞ്ച് ബാഗ്. പിന്നെ ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ പോപ്പിക്കൊടയാണ്. ഇവിടുത്തെ വെതർ അറിയാലോ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പെട്ടെന്ന് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. പെട്ടെന്നായിരിക്കും മഴ പെയ്യണേ, പെട്ടെന്നായിരിക്കും വെയിൽ വരണേ. സോ മഴയിൽ കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്, ഭയങ്കര സ്ട്രോങ് കാറ്റാണ്. നമുക്ക് ശരിക്കും ആ ഫോഴ്സ് അറിയാൻ പറ്റും. നമ്മളെ കൊണ്ട് പോകണ പോലത്തെ ഒരു ഫോഴ്സ് ഉണ്ടാവും ചില സമയത്ത് കാറ്റിന്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കുട എന്ന് പറഞ്ഞാൽ കുറച്ച് കാണാൻ ഭംഗിയുണ്ട്. ആൻഡ് ചെറുതില്ലേ, ചെറുതെന്ന് പറയുമ്പോൾ 3 ഫോൾഡാണ് 5 ഫോൾഡാണ്. ആ ചെറിയ കുടയായിരിക്കും, പക്ഷെ അത് ഒട്ടും മാത്രം സ്ട്രോങ് അല്ല. സോ കാറ്റ് വരുമ്പോഴത്തേക്ക് അങ്ങനെ പറന്നു പോകും, അല്ലെങ്കിൽ കുട ഒടിഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലത്തെ ആണെങ്കിൽ ഭയങ്കര സ്ട്രോങ് കുടയാണ്. സോ നല്ലതായിട്ട് നിൽക്കും. ഇപ്പോൾ ഒരു 2 ഇയേഴ്സായി ഞാൻ ഈ പോപ്പിക്കൂട ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. സോ ഇപ്പം മഴ കുറച്ച് കൂടുതലായിരുന്നു. ഇതും ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബോട്ടിൽ ഗംസ് ഉണ്ട്. ഇടയ്ക്ക് ഉറക്കം വരുമ്പോൾ ഇടയ്ക്ക് ഗം എടുത്ത് കഴിക്കാറുണ്ട്. പിന്നെ ID കാർഡ്. പിന്നെ എൻ്റെ ഇവിടുത്തെ ഹോസ്പിറ്റൽ ലൈബ്രറി കാർഡ്. കുറച്ച് പഠിക്കുന്ന കുട്ടിയാണേ, ചുമ്മാ പറഞ്ഞതാണ്. പിന്നെ ഒരു പെൻ വേറെ. പിന്നെ ഇത് എൻ്റെ ഒരു മിനി മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് ഗേളി തിങ്സ് ഇല്ലേ നമ്മുടെ, അങ്ങനത്തെ സാധനത്തിൻ്റെ ബാഗാണ്. ഇതും ബ്ലാക്ക് കളറാണ്. ഇത് ഞാൻ എവിടുന്ന് വാങ്ങിച്ചെന്ന് ഞാൻ മറന്നുപോയി. സോ നമുക്ക് ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എനിക്കൊരു കുറച്ച് ടിഷ്യൂസ് ഉണ്ട്. എന്തെങ്കിലും ടിഷ്യൂസ് എപ്പോഴാണ് എവിടെ വെച്ചാൽ ആവശ്യം വരണേന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു പാക്കറ്റ് ടിഷ്യൂസ് ഉണ്ട്, കോം, പിന്നെ സ്ട്രെപ്സിൽസ്. എനിക്ക് എന്തെന്നറിയില്ല, കോവിഡ് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നേ പിന്നെയാണ് ഭയങ്കരമായിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ. ചെറിയൊരു വെതർ മാറിക്കഴിഞ്ഞാൽ അപ്പോൾ ത്രോട്ട് ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ എൻ്റെ ഒരു സെറ്റ് ഓഫ് സ്ട്രെപ്സിൽസ് എപ്പോഴും യൂഷ്വലി ഉണ്ടാവാറുണ്ട്. പിന്നെ ഇത് ഒരു ബോഡി ക്രീമാണ്. ഇത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ റോസ്. ഭയങ്കര നല്ല സ്മെല്ലാണ്. ഇതെൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്, പക്ഷെ നല്ല മണമാണ് കേട്ടോ ഇതിന്. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അണ്ടർആം റോൾ ഓൺ. ഇത് ഡവിൻ്റെ ആണ്. കാരണം ഞാൻ ഒത്തിരി സ്വെറ്റ് ആവുന്ന ആളാണ്. ഇവിടെ തണുപ്പാണെങ്കിലും നമുക്കിപ്പോൾ ഡ്യൂട്ടി ഒക്കെ ഉണ്ടെങ്കിൽ വാർഡിലൊക്കെ പോയിട്ട് കുറച്ച് നടന്നിട്ടൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സ്വെറ്റാവും. സോ അണ്ടർആം റോൾ ഓൺ. പിന്നെ ഹാൻഡ് ക്രീം ഒരെണ്ണം. ഞാൻ ആക്ച്വലി ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷേ ഈ നാട്ടിൽ എല്ലാവരും ഇങ്ങനെ ഹാൻഡ് ക്രീം ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് മണമൊക്കെ നോക്കാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഇവിടുത്തെ ആൾക്കാർ ചെയ്യണ കണ്ട് വാങ്ങിച്ചൊരു സാധനം. പക്ഷെ വലിയ കാര്യമായിട്ട് ഞാനിത് ഇന്നെ വരെ യൂസ് ചെയ്തിട്ടില്ല. വല്ലപ്പോഴും എൻ്റെ അടുത്തിരിക്കുന്ന കൊളീഗ്സ് ആരെങ്കിലും എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിലോ എന്തെങ്കിലും ഉണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. പിന്നെ സൺസ്ക്രീൻ ഉണ്ട്. ഇത് സൺസ്ക്രീൻ സ്റ്റിക്കാണ്. ഞാൻ ഇത് ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്യണേ, സൺസ്ക്രീൻ സ്റ്റിക്കായിട്ട്. ഇത് മിനിമലിസ്റ്റിൻ്റെ ആണ്. സോ ഇത് ഇനി അപ്ലൈ ചെയ്യണത്. കാരണം ആഫ്റ്റർനൂണൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഉപയോഗിക്കാത്ത ടൈപ്പാണോ നിങ്ങൾ? കാരണം ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഞാനിതിപ്പം യൂസ് ചെയ്തേക്കണം ഭയങ്കര കുറവാണ്. ഞാൻ വിചാരിച്ച ഈ ആഫ്റ്റർനൂണൊക്കെ നമ്മൾ റീഅപ്ലൈ ചെയ്യണമാണല്ലോ. സോ ആഫ്റ്റർനൂൺ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര മടിയായിരിക്കും ക്രീം എടുത്ത് തേക്കാൻ വേണ്ടി. അത് കാരണമാണ് ഞാനിത് വാങ്ങിച്ചത്. പക്ഷെ ഇത് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുന്നൊന്നുമില്ല. നമുക്കിങ്ങനെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കിട്ടുമ്പോൾ യൂസ് ചെയ്യില്ലല്ലോ. ഇഫ് യു ആർ ഓൾസോ ദാറ്റ് ടൈപ്പ്, കമൻറ്റ് ബിലോ. പിന്നെ
പിന്നെ ഇത് പെർഫ്യൂം. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഇവിടുത്തെ ആൾക്കാർ ഭയങ്കരമായിട്ട് ദി സ്മെൽ സോ ഗുഡ്. അതെങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും അതിൻ്റെ അറിയില്ല. ഞാൻ എന്തോരം പെർഫ്യൂം യൂസ് ചെയ്താലും എനിക്ക് ആ സ്മെല്ല് നിൽക്കുന്നില്ല. ഞാൻ എന്നിട്ട് കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ ഡബിൾ മെത്തേഡ്, സാൻഡ്വിച്ച് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പെർഫ്യൂം ഒത്തിരി ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ അതൊക്കെ ട്രൈ ചെയ്തിട്ട് ഓയിലെല്ലാം അപ്ലൈ ചെയ്ത് ട്രൈ ചെയ്തിട്ടും എനിക്ക് ഒട്ടും നിൽക്കുന്നില്ല. പക്ഷെ ചിലവരൊക്കെ നമ്മൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, അവർ പാസ് ചെയ്യുമ്പോൾ തന്നെ എന്നാ സ്മെല്ലാന്നറിയോ. അപ്പം ഇവിടെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ അപ്പിയറൻസും യു ഹാവ് ടു സ്മെൽ ഗുഡ് എന്ന് ഭയങ്കര ഇതുണ്ട്. അപ്പോൾ ഞാൻ അത് കാരണം ഇടയ്ക്കിടയ്ക്ക് പെർഫ്യൂം അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് ആക്ച്വലി ഞാൻ പ്രൈമാർക്കിൽ നിന്ന് വാങ്ങിച്ചാണ്, ഗുഡ് ചിക്ക എന്ന് പറഞ്ഞിട്ട്. ബട്ട് ഇത് ഏതിൻ്റെ ഒരു ഡ്യൂപ്പ് സ്മെല്ലാണ്. ഇറ്റ് ഈസ് നോട്ട് ലോങ് ലാസ്റ്റിംഗ് അല്ല, ബട്ട് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര നല്ല സ്മെല്ലാണ്. സോ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഇത് നല്ല ഓപ്ഷനാണ്. ആൻഡ് ഇത് അത്യാവശ്യം ഹാൻഡിയാണ്, ഒത്തിരി വലുതല്ല, എന്നാലും ചെറിയ വലുത്. സോ ഇതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. മൗത്ത് ഫ്രഷ്നർ, ബാഡ് ബ്രെത്ത് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ വെച്ചേക്കുന്നതാണ്. വല്ലപ്പോഴും സ്പ്രേ ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഹാൻഡി മിററാണ്. ഇത് ആക്ച്വലി ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിച്ചതാണ് പോയപ്പം. എനിക്കെന്തോ ഈ പാറ്റേൺ ഭയങ്കര ഇഷ്ടമായി, കുറച്ച് സിമെട്രിക്കലായിട്ടുള്ള. അപ്പോൾ അത് അവിടുന്ന് ഐ തിങ്ക് ഗ്ലോബൽ വില്ലേജിൻ്റെ സമയത്ത് പോയപ്പോൾ വാങ്ങിച്ചതാണ്. സോ ഇറ്റ്സ് മൈ മിറർ. പക്ഷെ ഇതൊന്നും ആവശ്യം വരാറില്ല കേട്ടോ. ഞാൻ ഈ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഇത് ഫുൾ സെറ്റ് വെച്ചിട്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാനൊരു ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഒരു ക്ലിപ്പും ഒരു ബുഷും. ആക്ച്വലി ഇതിനകത്ത് എനിക്ക് ഒരു ലിപ് ലൈനറും ലിപ്സ്റ്റിക്കും ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ലാസ്റ്റായിട്ട് എപ്പോഴും എടുത്തിട്ട് എവിടെയോ മിസ്പ്ലേസ് ചെയ്തതാണ്. സോ ഇതാണ് ബേസിക് ആയിട്ട് എൻ്റെ ഒരു ഹാൻഡ് ബാഗിനകത്ത്, ഈ ഒരു പൗച്ചിനകത്ത് ഉണ്ടാവാറുള്ള. കാരണം എന്തെങ്കിലുമൊക്കെ അത്യാവശ്യത്തിന് എപ്പോഴെങ്കിലുമൊക്കെ നല്ല കുറച്ച് ഭംഗിയായിട്ടിരിക്കണം, കാണാൻ തോന്നാൻ നിർത്ത് ഇതൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് ഞാൻ. അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു ഷോ യു വാട്ട്സ് ഇൻ മൈ ജിം ബാഗ്. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഞാനിത് രണ്ടും കൊണ്ടുപോകാറുണ്ട്. ഞാൻ രാവിലെ എണീറ്റിട്ട് നേരെ ജിമ്മിലാണ് പോണേ. ജിമ്മിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വർക്കൗട്ടെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഒരു ഷവർ എടുത്തിട്ട് അവിടെ നിന്നാണ് ഡയറക്റ്റ്ലി ഹോസ്പിറ്റലിൽ പോകാറില്ല. മോസ്റ്റ്ലി അതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും മടി ഉണ്ടാവും, തണുപ്പ് വരുന്ന സമയത്തൊന്നും പോകാറില്ല, നേരെ ഞാൻ ഹോസ്പിറ്റലിലോട്ടാണ് പോകാറില്ല. സോ അങ്ങനെ ജിമ്മിൽ പോയിട്ട് പോണ ദിവസങ്ങളിൽ ഐ യൂസ് ടു ക്യാരി മൈ ജിം ബാഗ് വിത്ത് മീ. സോ ഈ ബാഗ് വിൽ സി വാട്ട് ഇറ്റ് ഈസ് ഇൻസൈഡ്. ഇത് അഡിഡാസിൻ്റെ ബാഗാണ്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് ഞാൻ കുറേ നോക്കിയിട്ട് വാങ്ങിച്ചതാണ്. കാരണം എനിക്ക് കറക്റ്റ് സൈസ്, എനിക്ക് ഒത്തിരി വലിയ ബാഗ് വേണ്ട, കാരണം അത് ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര കുറച്ചൊരു ഡിസ്കംഫർട്ടാണല്ലോ. സോ ഈ സൈസ് ഞാൻ നോക്കി ഇങ്ങനെ ഏത് സൈസായിരിക്കും നല്ലതെന്ന് നോക്കി കുറേ നാൾ കഴിഞ്ഞിട്ട് ഇത് പിന്നെ സൈസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അത് റീസ്റ്റോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വാങ്ങിച്ചത്. ഇതെനിക്ക് കറക്റ്റ് സൈസായിട്ട് തോന്നി. ഇറ്റ്സ് വെരി സ്മോൾ ആസ് യു കെൻ സി. ഐ തിങ്ക് ഇറ്റ്സ് എക്സസ് എന്താണ്ടാണ് ഇതിൻ്റെ സൈസ്. ആൻഡ് ബട്ട് എനിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇന്നത് ക്യാരി ചെയ്യാൻ പറ്റാറുണ്ട്. ജിം ബാഗിൻ്റെ അകത്ത് ഇതൊരു എക്സ്ട്രാ പെയർ ഓഫ് യൂണിഫോം ആണ്. യൂണിഫോം എന്ന് പറഞ്ഞാൽ ഫുൾ യൂണിഫോം സെറ്റ് ഉണ്ട്, ഇൻക്ലൂഡിങ് മൈ ഇന്നേഴ്സ്. ബട്ട് ഫുൾ യൂണിഫോമിൽ ഞാൻ പോകാറില്ല, എനിക്കൊരു ചമ്മലാണ്. ഇപ്പം ഞാൻ ചിലപ്പം ഫാൻസ് മാത്രം ഇടും. ഫാൻസ് ഇട്ടിട്ട് ടോപ്പ് വേറെ നമ്മുടെ കാഷ്വൽ ടീസ് എന്തെങ്കിലും എനിക്ക് ഇടുന്നത്. പിന്നെ വാട്ടർ ബോട്ടിൽ, എനിക്ക് വേറൊരു വാട്ടർ ബോട്ടിലുണ്ട്, എൻ്റെ മെയിൻ വാട്ടർ ബോട്ടിൽ. അത് ഹോസ്പിറ്റലിലായിരിക്കണേ, കാരണം അവിടെ നിന്ന് ഫിൽ ചെയ്തിട്ട് തന്നെ കഴിക്കണേ, ഇത് കുടിക്കണേ. പിന്നെ ഇത് ജിമ്മിൻ്റെ വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് ഒരു സിപ്പർ ബോട്ടിലാണ്. ഇത് ആക്ച്വലി എനിക്ക് എവിടെ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫ്രീ കിട്ടിയതാണ്, കോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിൻ്റെ. സോ യൂണിവേഴ്സിറ്റിയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ബോട്ടിലാണിത്. പിന്നെ ഫെയറെന്താ ഇത് എനിക്ക് ഒരു എന്തെന്നറിയോ, ഡ്രസ് സ്മെല്ലുള്ള ഒരു ചെറിയ ഷവർ ജെല്ലാണ്. ഇത് ചെറിയ ബോട്ടിൽ ഓഫ് ഷവർ ജെല്ലാണ്. ഇതാകുമ്പോൾ കുറച്ച് കൊണ്ടുപോകാനും ഒക്കെ ഭയങ്കര ഈസിയാണ്, ഭയങ്കര ഹാൻഡിയാണ്, വാഷ്റൂമിലാണെങ്കിലും യൂസ് ചെയ്യാൻ നേരത്ത്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു സാനിറ്ററി നാപ്കിൻസ് ഉണ്ട്. സോ ഐ ഡോണ്ട് യൂസ് സാനിറ്ററി നാപ്കിൻസ്, ഐ യൂസ് മെൻസ്ട്രൽ കപ്പാണ്, ബട്ട് ഐ ഡു ഹാവ് വൺ. പിന്നെ ഇതിനകത്ത് കുറച്ച് കോഫി പൗഡറാണ്. ഇത് ഞാൻ ചില സമയത്ത് എന്താ വർക്കൗട്ട് കഴിഞ്ഞാലും ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ഭയങ്കരമായിട്ട് എന്താ പറയുക, ചില ദിവസങ്ങളിൽ ഉറക്കം വന്നൊരു എനർജി ഇല്ലാത്തപ്പം ഞാനൊരു ബ്ലാക്ക് കോഫി ഉണ്ടാക്കി കുടിക്കാറുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൽ കോഫി പൗഡർ ഉണ്ട്, പക്ഷെ എന്നാലും അത് ആരുടെ ഒന്നും അറിയില്ലല്ലോ, അപ്പോൾ ചുമ്മാ ആവശ്യമില്ലാണ്ട് അവരുടെ എടുക്കാൻ പറ്റില്ല. പിന്നെ കോസ്റ്റ് ഉണ്ട്, എന്നാലും നമ്മളുടെ പൈസ സേവിങ്ങിൻ്റെ ഭാഗമായിട്ട് ഐ യൂസ് ടു ക്യാരി മൈ ഓൺ കോഫി പൗഡർ. ബട്ട് മോസ്റ്റ്ലി ഞാൻ എങ്ങനെ കുടിക്കാറില്ല. നമ്മൾ ഈ മറ്റേ ടീ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല, ഗ്രീൻ ടീ ആണെങ്കിലും പെപ്പർമിൻറ്റ് ടീ, അതൊക്കെ കുടിച്ചാലും ആ ഒരു കിക്ക് കിട്ടില്ല. പക്ഷേ എനിക്ക് കഫീൻ നല്ല കിക്കാണ്. പക്ഷെ എനിക്കൊരു സ്ട്രോങ് ആയിട്ടൊരു കോഫിയൊക്കെ ഉണ്ടെങ്കിൽ കുടിച്ച് കഴിഞ്ഞാൽ നല്ല എനർജി കിട്ടാറുണ്ട്. അത് പിന്നെ ഇത് ക്യാപ്സ്യൂൾസ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആണ്. ഇത് ലോ കാലറീസ് ആണ്, ഇൻസ്റ്റെഡ് ഓഫ് ഷുഗർ.
പിന്നെ ഒരു ആപ്പിൾ. എപ്പോഴും എൻ്റെ ബാഗിൽ ഒരു ആപ്പിൾ ഉണ്ടായിരിക്കും. കാരണം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് 6:30 ജിമ്മിൽ പോകണം എന്നുള്ളപ്പോൾ 6:30 6:15 പോലെ ഇറങ്ങും. ആൻഡ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും ഓൾമോസ്റ്റ് 7:30 മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണെങ്കിലും കഴിക്കും. അപ്പം ഞാൻ ലഞ്ച് പോണത് 12:30 12:15 12:30. സോ അത്രയും ലോങ് ഗ്യാപ്പിൽ എനിക്ക് എന്താണെങ്കിലും വിശക്കും. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ഓൺ ദ വേ ഒന്നെങ്കിൽ ബസ്സിലായിരിക്കും, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ പേഷ്യൻസിൻ്റെ ഇൻ ബിറ്റ്വീൻ ടൈം എപ്പോഴാണോ വിശക്കുന്നത് അപ്പോൾ ഞാൻ ആപ്പിൾ കഴിക്കാറുണ്ട്. സോ എപ്പോഴും എൻ്റെ ഒരു ആപ്പിൾ ഉണ്ടാവും. അത്രയേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ സൈഡ് കളിയിൽ എന്താ എന്ന് വെച്ചാൽ ഗംസ്. പിന്നെ ഈ സൈഡിൽ ഇവിടെ എൻ്റെ ഗ്ലൗസ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് കുറേ നാളായി. നിവിയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഗ്ലൗസാണ്. പിന്നെ ഫ്രണ്ടിൽ ഇത് ലോക്കാണ്, നമ്മുടെ ജിം ലോക്ക് ചെയ്യാൻ വേണ്ടി. ഇത് പക്ഷെ ഞാൻ ജിമ്മിൽ നിന്നല്ല വാങ്ങിച്ചത്, ഇത് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഭയങ്കര പിശുക്കത്തിയാണ്. ഇതെനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ പഠിച്ചത് മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പം അവിടെ ഫിറ്റ്നസ് ആപ്പുണ്ട്. സോ അതിനകത്ത് MDX മൂവ്സ് എന്ന് പറഞ്ഞ ആപ്പാണ്. അത് ആക്ച്വലി അടിപൊളി സംഭവം കേട്ടോ. നമ്മൾ കാരണം എന്തോരം നടക്കുമ്പോഴും നമ്മളെപ്പോൾ നടക്കുമ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമ്മൾ ആ ആപ്പ് ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി അവർ ട്രാക്ക് ചെയ്യും. അതായത് നമ്മളിപ്പോൾ നടക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ നോർമലി നമ്മുടെ സ്റ്റെപ്സ് കൗണ്ട് ചെയ്യില്ലേ, ആപ്സ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഈ ആപ്പ് കൗണ്ട് ചെയ്യും. ആൻഡ് ഐ തിങ്ക് ഫോർ എവറി 10,000 സ്റ്റെപ്സ് എന്തോ 10 പോയിൻറ്റ്സോ അങ്ങനെ പോയിൻറ്റ്സ് ആഡ് ആവും. സോ പോയിൻറ്റ്സ് ആഡായി 10,000 പോയിൻറ്റ്സിനും അല്ലെങ്കിൽ 100 പോയിൻറ്റ്സ് 350 പോയിൻറ്റ്സിനൊക്കെ ഓരോരോ ഐറ്റംസ് ഉണ്ട്. ലൈക്ക് ഇതുണ്ടായിരുന്നു, ഈ ലോക്ക് ഉണ്ടോന്ന് 350 പോയിൻറ്റ്സ് നമ്മൾ റിഡീം ചെയ്യുമ്പം യു ക്യാൻ ഗെറ്റ് ദിസ് ഫോർ ഫ്രീ. പിന്നെ MDXൻ്റെ ടീഷർട്ട്സ് ഉണ്ടായിരുന്നു, ഹുഡി ഉണ്ടായിരുന്നു. ഹുഡി കുറച്ചും കൂടെ നമുക്ക് ഒത്തിരി പോയിൻറ്റ്സ് വേണം. പിന്നെ ഒരു ഫ്രീ കോഫി ആൻഡ് സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു എമൗണ്ട് ഓഫ് പോയിൻറ്റ്സ് നമ്മൾ റിഡീം ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ ഗുഡീസ് ഇങ്ങനെ കിട്ടും. സോ അങ്ങനെ ഞാൻ നടന്ന് വാങ്ങിച്ച ലോക്കാണ് ഇത്. സോ ഇതും എൻ്റെ യൂണിവേഴ്സിറ്റി ലോക്കാണ്. അപ്പോൾ സോ ദാറ്റ്സ് ഇറ്റ്സ് എംപ്റ്റി. സോ ഇതാണ് എൻ്റെ ബാഗിലുണ്ടാകുന്ന സാധനം. ഒത്തിരി ഫാൻസി ഐറ്റം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, എല്ലാം നോർമൽ നമ്മുടെ എല്ലാവരിലും ഉള്ള ഐറ്റംസ് ആണ്. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് മൈ വീഡിയോ. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. മിക്കവാറും അടുത്ത ആഴ്ച ഐ ട്രൈ ടു ഷൂട്ട് സംതിങ്. സോ ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ്, ബൈ ബൈ.